വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വലിവാലിദീനാ വലിജമീഇൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. ശാഫിഈ മദ്ഹബിലെ ഒരു റക്അത്തിലോ രണ്ട് റക്അത്തിലോ ഒക്കെ ഇരുന്ന് സലാം വീട്ടുന്ന മസലുണ്ട്. ജമാഅത്ത് നിസ്കാരം കാണുകയാണെങ്കിൽ ഒറ്റക്ക് നിസ്കരിക്കുന്ന ആൾ ജമാഅത്ത് നിസ്കാരം കാണുകയാണെങ്കിൽ ഒരു റക്അത്തിലോ രണ്ട് റക്അത്തിലൊക്കെ സലാം വീട്ടാൻ പരിപാടിയുണ്ട്. പക്ഷെ നിന്ന് തന്നെ സലാം വീട്ടാൻ പറ്റും നമുക്ക്. അത് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത്. എപ്പോഴാണ് ഫർദ് നിസ്കാരം ലഭിക്കുന്നത്? ഇദ്റാക്കുൽ ഫരീള, ഇതാണല്ലോ പാഠം. ഫർദ് നിസ്കാരം ലഭിക്കാൻ എന്തൊക്കെ ചെയ്യണം? ജമാഅത്ത് നിസ്കാരത്തിന് വലിയ മഹത്വമുണ്ട്. ഫർദ് നിസ്കാരേ ഇദാ ശറഅ ഫി ഫർദിൻ, ജമാഅത്ത് നിസ്കാരത്തിൻ്റെ എത്തിയില്ലല്ലേ, ഫർദ് നിസ്കാരത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഫർദ് നിസ്കാരത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരാൾ ഒറ്റക്ക് നിസ്കരിക്കുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക? രണ്ട് റക്അത്തൊക്കെ പൂർത്തിയാക്കിയിട്ട് നിസ്കാരം സുന്നത്താക്കി മറിച്ചിട്ട് എന്ത് ചെയ്യുക? ഫർദിലേക്ക് കൂടെ. അങ്ങനെ കുറേ മസലുണ്ട്. അതിന് ബന്ധപ്പെട്ട മസല പറയാം, നമുക്ക് സമയം കുറവായതുകൊണ്ട് അർത്ഥം വെച്ച് പോവാം. ഇദാ ശറഅ ഫി ഫർദിൻ മുൻഫരിദൻ ഫഖീമത്തി സ്വലാ ഖതഅ വഖ്തദ എന്നാണ് ഒന്നാമത്തെ മസല. ഒരാളൊരു ഫർദ് നിസ്കാരം ആരംഭിച്ചു, നിസ്കരിക്കുന്നൊരു വ്യക്തി ഒറ്റക്ക്, ഫഖീമത്തി സ്വലാ, അപ്പോൾ അവിടെ തന്നെ ഒരു ജമാഅത്ത് നിസ്കാരം ആരംഭിച്ചാൽ അങ്ങനെ ഉണ്ടാവുമല്ലോ, അവിടെ ഖതഅ, അയാൾ എന്ത് ചെയ്യണം? ഒരു സലാം വീട്ടിയിട്ട് നിസ്കാരം മുറിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞിട്ട് നിസ്കാരം മുറിക്കുക. ഇങ്ങോട്ട് വഖ്തദ, ആ ജമാഅത്തിൽ കൂടുക. ഒരഭിപ്രായമുണ്ട് രണ്ട് റക്അത്ത് പൂർത്തിയാക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുറിക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇവിടെ തന്നെ മുറിക്കുക. കാരണം ഈ ഫർദ് മുറിക്കാൻ പറ്റൂല ശാഫി മദ്ഹബിൽ. അത് സുന്നത്തായിട്ട് മാക്കി എന്ന് മറിച്ചു എന്ന് കരുതിയതിന് ശേഷം എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? മുറിക്കാൻ പറ്റുള്ളൂ. ഇനി അത് ബന്ധമായിട്ട് നീ ഷർത്തുണ്ടോ നമുക്ക് ലാസ്റ്റ് വരെ നോക്കുമ്പോൾ കിട്ടും. ഇല്ലം യസ്ജുദ് ലിമാ ശറഅ ഫീഹി ഔ സജദ ഫീ ഗൈരി റുബായിയത്തിൻ. എപ്പോഴാണ് നിന്നുകൊണ്ട് ഒറ്റ സലാം കൊണ്ട് മുറിക്കുക എന്ന് പറയുന്നത്? അയാൾ നിസ്കരിച്ച ആരംഭിച്ച നിസ്കാരം സുജൂദിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ. കാരണം തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇല്ല യസ്ജുദ് ലിമാ ശറഅ ഫീഹി, അവൻ പ്രവേശിച്ച ആ നിസ്കാരത്തിന് വേണ്ടി അവൻ സുജൂദ് ചെയ്തിട്ട് ഇല്ലെങ്കിലാണ്. ഒരു റക്അത്ത് ആവാതെ സുജൂദാകാതെ ഒരു നിസ്കാരമായിട്ട് എന്താക്കുന്നില്ല, അത് കൂട്ടുന്നില്ല എന്നർത്ഥം. അതുകൊണ്ടാണ് മുറിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം, സുജൂദിലേക്കൊക്കെ പ്രവേശിക്കുന്നതോടുകൂടി ഒരു നിസ്കാരത്തിൻ്റെ മാനേക്ക് അതെത്തും. ഔ സജദ, അല്ലെങ്കിൽ സുജൂദ് ചെയ്താലും മുറിക്കാം. പക്ഷേ റുബായി അല്ലാത്ത നിസ്കാരത്തിൽ കുറച്ചല്ലേ ഉള്ളൂ, അപ്പോൾ പെട്ടെന്ന് തുടരണമല്ലോ. 4 റക്അത്ത് അല്ലാത്ത ഫജ്റിലും മഗ്രിബിലും എന്നർത്ഥം. സുബഹിയും മഗ്രിബും ആണെങ്കിൽ സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യുക? സുജൂദിന് ശേഷം സുജൂദിന് ശേഷം തന്നെ സലാം വീട്ടിയിട്ട് നിസ്കാരം മുറിക്കാം. പിന്നെ വൈൻ സജദ, ഇനി 4 റക്അത്തിൻ്റെ വിഷയം പറയണല്ലോ, അതും കൂടി ആയാൽ പൂർത്തിയായി. 4 റക്അത്ത് നിസ്കാരത്തിൽ സുജൂദ് ചെയ്താൽ ഓക്കെ, ഇനി ഉണ്ടല്ലോ നിസ്കാരം. അതുകൊണ്ട് അയാൾ ലമ്മ റക്അത്തൻ സാനിയ, ഒരു റക്അത്തൂടെ ഇതിലേക്ക് കൂട്ടിച്ചേർക്കുക. വസല്ലമ, സലാം വീട്ടുക. അത്തഹിയാത്ത് ഓതിയിട്ട് സലാം വീട്ടുക. അപ്പോൾ 2 റക്അത്ത്, 4 റക്അത്തിൻ്റെ നിസ്കാരമാണെങ്കിൽ ളുഹ്റോ അസ്റോ ഇഷാओ ആണെങ്കിൽ സുജൂദ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന് ഒരു റക്അത്ത് കൂടി നിസ്കരിക്കുക, അത്തഹിയാത്ത് ഓതുക, തശഹുദ് നിർവഹിക്കുക, സലാം വീട്ടുക. അപ്പം എന്ത് ചെയ്യും? തസീറ റക്അത്താനി ലഹു നാഫില, ഈ 2 റക്അത്ത് അവന് സുന്നത്തായിട്ട് വരും. സുമ്മ ഖത്തദാ മുഫ്തരിദിയൻ, പിന്നെന്ത് ചെയ്യുക? ഫർദ് നിസ്കരിക്കുന്ന വ്യക്തിയോട് തുടരുക. ജമാഅത്തിന് കൂലി കിട്ടാനാണ് അവർ പണിയൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് 1 റക്അത്ത് നിസ്കരിച്ച വ്യക്തിയെക്കുറിച്ചാണ് പറയുന്നത്. ഇനി 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിലോ? വൈൻ സല്ലാ സലാസൻ, ളുഹുർ അസർ ഇഷ 4 റക്അത്തുള്ള നിസ്കാരത്തിൽ 3 റക്അത്ത് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അതമ്മഹ, 4 റക്അത്തായിട്ട് പൂർത്തിയാക്കുക. ഒറ്റക്ക് തന്നെ 4 റക്അത്തായിട്ട് പൂർത്തിയാക്കുക. അക്സറിൻ്റെ ഹുക്കം കൊടുത്തു.
റക്കാത്തല്ലല്ലോ, 3 റക്കാത്തായില്ലേ, അക്സറായില്ലേ. ഇനി അവൻ്റെ നിസ്കാരം അവൻ തന്നെ പൂർത്തിയാക്കട്ടെ. സുമ്മക്കത്തദാ മുത്തനഫിലെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഐച്ഛികമായിട്ട് സുന്നത്ത് നിസ്കാരം കൊണ്ട് അവന് ഇമാമിനോട് തുടരാം. ഫർദ് നിസ്കരിക്കുന്ന ആളോട് സുന്നത്ത് നിസ്കരിക്കുന്ന ആൾക്ക് തുടരാലോ. പറ്റാത്ത നിസ്കാരമുണ്ടില്ല ഫിൽ അസ്ർ, അസ്ർ നിസ്കാരത്തിൽ പറ്റൂല. എന്താ ഫർദ് നിസ്കരിച്ചതിനെ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല എന്നല്ല അസ്ർ നിസ്കാരത്തിൻ്റെ നിയമം. സുബഹി നിസ്കാരത്തിന് ബാധകമാണ് കേട്ടോ, ഇല്ല ഫിൽ നസ്രി. കാരണം ഇവനിപ്പോൾ ഫർദ് നിസ്കരിച്ചു, ഇനി ജമാഅത്തിൽ കൂടുന്ന സുന്നത്താണ്. ഈ സുബഹി അസ്ർ നിസ്കാരത്തിന് ശേഷം സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ലല്ലോ. ഷറഹിൽ പറയുന്നത് ഫജ്റിലും പാടില്ല, മഗ്രിബിലും പാടില്ല. പിന്നെ വൈൻ ഖാമലി സാലിസത്തിൻ, ഇനി 3 റക്അത്ത് നിസ്കരിച്ചിട്ടില്ല, 3-ാം റക്അത്തിലേക്ക് എണീറ്റതാണെങ്കിലോ, 4 റക്അത്ത് നിസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. 3-ാം റക്അത്തിലേക്ക് എണീറ്റതാണെങ്കിൽ ഇപ്പോൾ ഉഖീമത്ത്, അന്നേരമാണ് ജമാഅത്ത് നിസ്കാരം ആ സ്ഥലത്ത് വെച്ച് ആരംഭിക്കുന്നതെങ്കിൽ ഖബല സുജൂദിഹി, 3-ാം റക്അത്തിൻ്റെ സുജൂദ് ആരംഭിച്ചിട്ടില്ല, 3-ാം റക്അത്തിലേക്ക് സുജൂദിലേക്ക് പോയിട്ടില്ല. അപ്പം പിന്നെ 2 റക്അത്തേ അവന് കിട്ടിയിട്ടുള്ളൂ അല്ലേ. അവിടെ ഖതഅ ഖായിമൻ, നിന്നുകൊണ്ട് തന്നെ നിസ്കാരം അവിടെ മുറിക്കുക. ബിസലാമിൻ തസ്ലീമത്തിൻ, ഒരു സലാം വീട്ടിക്കൊണ്ട്. അല്ലെങ്കിൽ ഇരുത്തത്തിലേക്ക് പോയിട്ട് സലാം വീട്ടുന്നതിന് കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇരുത്തത്തിലേക്ക് മടങ്ങുക. ഒരു സലാം വീട്ടിയിട്ട് എന്ത് ചെയ്യുക, നിർത്തുക. ഫിൽ അസഹി, ഒരു സലാം വീട്ടിയാൽ മതി. തസ്ലീമത്തിന് അവിടെ നേരത്തെ ഒക്കെ പറഞ്ഞല്ലോ ഒറ്റ സലാമെന്ന്, അത് മുറിക്കാനുള്ള സലാമാണതേ നിസ്കാരം. ഇനി നിന്നെ സലാം വീട്ടണമെന്നില്ല, ഇരുത്തത്തിൽ പോയി സലാം വീട്ടിയാലും മതിട്ടാ. ഇരുത്തത്തിലെ സലാം വീട്ടാൻ പാടുള്ളൂ എന്നാണ് ഷംസുലൈമത്ത് സറഖ്സി പറയണത്. ഇനി ജുമാ നിസ്കാരത്തിനെ കുറിച്ച് പറയാം. ജുമാ 2 റക്അത്താണല്ലോ. വ ഇൻ കാന ഫി സുന്നത്തിൽ ജുമാ, ഒരാൾ സുബഹി ജുമാ നിസ്കാരത്തിൻ്റെ സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു, അല്ലാതെ ഒറ്റയ്ക്ക് ആരംഭിക്കാൻ പറ്റില്ലല്ലോ. സുന്നത്ത് നിസ്കാരം ആരംഭിച്ചു, ജുമാ ഒറ്റയ്ക്ക് ആരംഭിക്കാൻ പറ്റില്ലല്ലോ. ജുമാ നിസ്കാരത്തിൻ്റെ സുന്നത്ത് ആരംഭിച്ചു, അന്നേരമാണ് ഖത്തീബ് ഖുത്ബക്ക് വേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ളുഹ്ർ നിസ്കാരത്തിൻ്റെ സുന്നത്തിൽ പ്രവേശിച്ചു, അപ്പോഴാണ് ജമാഅത്ത് നിസ്കാരം ആരംഭിക്കുന്നത്. അവിടെ എന്ത് ചെയ്യുക, 2 റക്അത്ത് പൂർത്തിയാക്കിയിട്ട് സലാം വീട്ടാണ് വേണ്ടത്. വൈൻ കാന ഫി സുന്നത്തിൽ ജുമാ, ഇനി അയാൾ ജുമായുടെ സുന്നത്ത് നിസ്കരിക്കുകയാണ്, അപ്പോൾ ഫഖറജൽ ഖത്തീബ്, ഖത്തീബ് ഖുത്ബക്ക് വന്നു. ഔ ഫി സുന്നത്തിൽ ളുഹ്രി ഫഉഖീമത്ത്, ഈ ളുഹറിൻ്റെ സുന്നത്താണ്, ജമാഅത്ത് ആരംഭിച്ചു ളുഹറിൻ്റെ. സല്ലമ, അയാൾ ഇരുന്നിട്ട് സലാം വീട്ടണം. അലാ റീസി റക്അത്തൈൻ, 2 റക്അത്ത് പൂർത്തിയാക്കിക്കൊണ്ട്. വഹുവൽ ഔജഹു, അതാണ് പ്രബലമായ അഭിപ്രായം. സുമ്മ ഖള സുന്നത്ത ബഅദൽ ഫർളി, അതിനുശേഷം ഫർദ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ സുന്നത്ത് നിസ്കാരത്തെ അയാൾ ഖളാ വീട്ടേണ്ടതാണ്. അതാണ് നമ്മളെ മദ്ഹബ്. ഷാഫി മദ്ഹബിൽ മുറിച്ചാൽ ഖളാ വീട്ടണ്ട. ഹനഫി മദ്ഹബിൽ സുന്നത്ത് നിസ്കാരം മുറിച്ചാൽ ഖളാ വീട്ടണം, സുന്നത്ത് നിസ്കാരം പൂർത്തിയാക്കാൻ നിർബന്ധമാണ്. ഓക്കെ, അതാണ്. ഒരു നിസ്കാരം ഒഴിവുണ്ടില്ല ഫിൽ ഫജ്രി, ഫജ്ർ നിസ്കാരത്തിൽ ഒഴികെ. കാരണം ഫജ്ർ നിസ്കാരം പിന്നെ നമുക്ക് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ സുബഹി നിസ്കരിച്ചിട്ട്. അവിടെ എന്ത് ചെയ്യുക, ഇൻ അമിന ഫൗത്തഹു, സുബഹി നിസ്കാരം നഷ്ടപ്പെടില്ല എന്ന് അയാൾക്ക് ഉറപ്പുണ്ടെങ്കിൽ അയാൾ ആ സുന്നത്ത് നിസ്കരിച്ചോട്ടെ. അമ്മിനെന്ന് പറഞ്ഞാൽ അയാൾക്ക് ഭയമൊന്നുമില്ല, നഷ്ടപ്പെടുമെന്ന ഭയമൊന്നുമില്ലെങ്കിൽ. അങ്ങനെ ഇബാറത്തുണ്ട്. വമൻ ഹളറ, ഒരാൾ നിസ്കാരത്തിന് വേണ്ടി എത്തിച്ചേർന്നു. വക്കാനുള്ള ഇമാമു ഫി സ്വലാത്തിൽ ഫർദ്, ഇമാമ് ഫർദ് നിസ്കരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇയാൾ പള്ളിക്ക് വരുന്നത്, അല്ലെങ്കിൽ ഈ സ്ഥലത്തേക്ക് വരുന്നത്. അവിടെ ഇഖ്തദാബിഹി, ആ ജമാഅത്ത് കൂടണം. അയാൾ എന്തെങ്കിലും സുന്നസ്കരിക്കരുത്. വലാ യസ്തഖിലു അൻഹു ബി സുന്നത്തിൻ, അയാൾ സുന്നത്ത് നിസ്കരിക്കാൻ പാടില്ല. കാരണം ഫർദ് ഇവിടെ മുന്നിലുണ്ടാകുമ്പോൾ സുന്നത്ത് അവിടെ വെക്കട്ടെ. പക്ഷെ സുബഹിലൊഴികെ, ഫജ്റിലൊഴികെ, ഫജ്റിൽ സുന്നത്ത് നിസ്കരിച്ചാൽ കുഴപ്പമില്ല. ഇന്നമിന ഫൗത്തഹു, നിസ്കാരം നഷ്ടപ്പെടും എന്ന ഭയം ഇല്ലെങ്കിൽ സുന്നത്ത് നിസ്കരിച്ചിട്ട് മതി. കാരണം സുബഹിക്ക് സുന്നത്ത് നിസ്കരിക്കാൻ പറ്റില്ലല്ലോ. അതിന് അത്തഹിയാത്തിലാണെങ്കിലും എന്നാ ഇമാമിനെ കിട്ടിയാൽ മതി സുബഹിൻ്റെ ജമാഅത്ത്.
സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ള. നമ്മൾ പറയുന്നത് അങ്ങനെയൊന്നുമല്ല. നമ്മളെ മദ്ഹബിൽ, ഷാഫി മദ്ഹബിൽ, എല്ലാം നമ്മളെ മദ്ഹബ് തന്നെ കേട്ടോ, ഇഖാമത്ത് കൊടുക്കാൻ സമയമായി കഴിഞ്ഞാൽ പിന്നെ ഫർദ് ആരംഭിക്കാൻ പാടില്ല. അല്ല, സുന്നത്ത് നിസ്കാരത്തിൽ പ്രവേശിക്കൽ കറാഹത്താണ്. അപ്പോൾ സുബൈക്കും അസറിന് ശേഷം നിസ്കരിക്കാൻ പറ്റുമോ? പറ്റും. ഒരു കാരണവുമില്ലാത്ത മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ് അസറിന് ശേഷവും സുബൈന് ശേഷവും പറ്റാത്തത്. ഇത്തരം സമയബന്ധിതമായ നിസ്കാരങ്ങളൊക്കെ അസറിന് ശേഷവും സുബൈക്ക് ശേഷവും പറ്റും. അതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. ഇതാ ഉഖീമത്തി സ്വലാത്ത് ഫലാ സ്വലാത്ത് ഇല്ലൽ മക്തൂബ എന്നൊരു ഹദീസുണ്ട്. നിസ്കാരം ആരംഭിച്ചാൽ ഫർളല്ലാത്ത നിസ്കാരമല്ല, സുന്നത്ത് നിസ്കരിക്കരുത് എന്നൊരു ഹദീസുണ്ട്. അത് സുബൈ അല്ലാത്തതിനെ കുറിച്ചാണ് പറയുന്നത് എന്നാണ് പറയുന്നത്. നിസ്കാരം വീട്ടിൽ വെച്ച് നിസ്കരിക്കലാണ് ഉത്തമം കേട്ടോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു ഹദീസുണ്ട്, ഒരാൾ സുന്നത്ത് നിസ്കാരം ഫർദ് നിസ്കാരം സുബൈ നിസ്കാരത്തിന് 2 റക്അത്ത് വീട്ടിൽ വെച്ച് നിസ്കരിച്ചു, എന്നാൽ റിസ്കിൽ വിശാലത ചെയ്യപ്പെടും, ഈമാൻ ഖാത്തിമത്ത് നന്നാകും എന്നൊക്കെ പോട്ടെ. ഒരുപാട് ഹദീസുണ്ട് സുന്നത്ത് നിസ്കാരം വീട്ടിൽ നിർവഹിക്കുന്നതിനെക്കുറിച്ച്. പള്ളിയിൽ നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ്, മദീനത്തെ പള്ളി നിസ്കരിക്കുന്നതിനേക്കാൾ ഉത്തമമാണ് വീട്ടിൽ വെച്ച് സുന്നത്ത് നിസ്കരിക്കൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസ് കാണാം, സ്വലാത്തും ബി മസ്ജിദി ഹാദാ അഫ്ളലു മിൻ അൽഫി സ്വലാത്തിൻ ഫീ മാസിബ. എൻ്റെ മദീനത്തെ പള്ളിയിലുള്ള നിസ്കാരം മറ്റുള്ള നിസ്കാരത്തേക്കാൾ 1000 ഇരട്ടി കൂലിയുള്ളതാണ് മറ്റു പള്ളിയിലുള്ള മസ്ജിദുൽ ഹറാം ഒഴികെ. മസ്ജിദുൽ ഹറാമിലുള്ള നിസ്കാരം എൻ്റെ പള്ളിയിലുള്ള 100 നിസ്കാരത്തേക്കാൾ ഉത്തമമാണ്. ബൈത്തുൽ മുഖദ്ദസിൽ 500 നിസ്കാരത്തിനേക്കാൾ ഉത്തമമാണെന്നൊക്കെ ഹദീസുണ്ട്. ഇനി വൈല്ലം യൗമൻ, ഇവൻ സുന്നത്ത് നിസ്കരിച്ചാൽ ജമാഅത്ത് നഷ്ടപ്പെടുമെങ്കിലോ? വൈല്ലം യൗമൻ, അവനങ്ങനെ ഉറപ്പൊന്നുമില്ല, നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് സുന്നത്ത് നിസ്കരിച്ചാൽ. അപ്പോൾ തറക്കഹാട് സുന്നത്ത് നിസ്കരിക്കാൻ നിൽക്കണ്ട, ഇമാമിനോട് തുടരാണ് വേണ്ടത്. കാരണം സുബൈൻ്റെ 2 റക്അത്തിൻ്റെ കൂലിനേക്കാളും വലിയ കൂലി ജമാഅത്ത് നിസ്കാരത്തിൻ്റെ കൂലിക്കാണ്. കാരണം സുന്നത്ത് നിസ്കാരത്തിനേക്കാൾ ഫർദിന് 20 ഇരട്ടി കൂലി ഉണ്ടല്ലോ, അപ്പോൾ സുന്നത്ത് നിസ്കരിക്കണ്ട. അപ്പോൾ പിന്നെ ഇനി വലം തുഖല്ല സുന്നത്തുൽ ഫജ്രി ഇല്ലാ ബി ഫൗത്തിഹാ മഅൽ ഫർദി. അതുകൊണ്ട് തന്നെ സുബഹി നിസ്കരിച്ചിട്ട് പിന്നെ സുന്നത്ത് നിസ്കരിക്കുക എന്നുള്ളൊരു പരിപാടിയില്ല. സുബഹി അടക്കം ഖളാ ആയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അപ്പോൾ പറ്റും. സുബഹിൻ്റെ കൂടെ സുബഹി ഖളാ വിട്ടുകയാണെങ്കിൽ പറ്റും, ഉച്ചവരെ പറ്റും. ഈ സുബഹിൻ്റെ ശേഷം തന്നെ ഉച്ചവരെ സമയമുണ്ടല്ലോ, സവാല് വരെ ഉച്ചല്ല, സൂര്യൻ ഒരു കുന്തത്തിൻ്റെ അളവ് ചെന്ന് വരെ പാടില്ല എന്നാണ്. സുബഹി ഖളാ ആകുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പറ്റും. വലം തുഖല സുന്നത്തുൽ ഫജ്രി, സുബഹിൻ്റെ സുന്നത്ത് ഖളാ വീട്ടുന്ന പരിപാടിയില്ല. ഇല്ലാ ബി ഫൗത്തിഹാ മഅൽ ഫർദി, ഫറലോടൊപ്പം അത് നഷ്ടപ്പെടുമ്പോഴല്ലാതെ. അത് ഉച്ചവരെ അങ്ങനെയാണ് നിയമം അത്രേ. ഉച്ചവരെ അങ്ങനെയാണ് നിയമം. ഇല്ല സവാലിന്ന് കാണുന്നുണ്ട്. മുഹമ്മദ് റഹിമഹുല്ല പറയുന്നത് അല്ല, ഒറ്റക്ക് തന്നെ ഖളാ വീട്ടുക, ഞാൻ ഉച്ചൻ്റെ മുമ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. വഖള സുന്നത്തല്ലത്തി ഖബല ളുഹ്രി ഫി വഖ്തിഹി ഖബല ശഫഇഹി അനിൽ മുഫ്താബിഹി. അപ്പോൾ ഖബല ശഫഇഹി എന്നുള്ളത് ഒന്ന് നോക്കേണ്ടതുണ്ട്, ഇൻഷാ അല്ലാഹ് നാളെ പറയാം. വലം യുസല്ലി ളുഹ്റ ജമാഅത്തിന് ബിദറാക്കി, 1 റക്അത്ത് മാത്രം കിട്ടിയതുകൊണ്ട് ളുഹറിൻ്റെ ജമാഅത്ത് കിട്ടൂല. ളുഹറിൻ്റെ മുമ്പുള്ള 2 സുന്നത്ത് നിസ്കാരം നഷ്ടപ്പെട്ടാൽ ളുഹറിൻ്റെ സമയത്ത് നിസ്കരിക്കാൻ പറ്റും, ളുഹർ കഴിഞ്ഞാൽ പറ്റൂല. ഷാഫി മദ്ഹബിൽ എപ്പോഴും നിസ്കരിക്കാവുന്ന മദ്ഹബ്. അത് ഷഫ്ഇൻ്റെ മുമ്പ് നിസ്കരിക്കണം എന്നാണ്. ഈ ഷഫ് എന്നുള്ളതുകൊണ്ട് എനിക്ക് ഉദ്ദേശം മനസ്സിലായിട്ട് നിഷാദ് അടുത്ത പാടത്ത് പറയാം. വസല്ല മിസ്ലിൽ ഇപ്പം അറിയില്ല. വല്ല മിസ്ലിൽ ളുഹറ ജമാഅത്തിന് 1 റക്അത്ത് കിട്ടിയാൽ ജമാഅത്ത് നിസ്കാരം കിട്ടൂല, ളുഹർ കിട്ടൂല. ളുഹർ 4 റക്അത്തല്ല, പല അതറക്ക ഫദലഹ, ജമാഅത്തിൻ്റെ ഫദൽ കിട്ടും, ജമാഅത്ത് എന്താവില്ല, കിട്ടൂല. വഖ്തലഫ ഫീ മുദ്രിക്ക് സലാസി, 3 റക്അത്ത് കിട്ടിയാലോ, 2 റക്അത്ത് കിട്ടിയെന്ന് കരുതിയിട്ട് എന്താവില്ല, ജമാഅത്ത് കിട്ടൂല. ളുഹറിനെ ജമാഅത്തായി നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റൂല. അയാളെക്കുറിച്ച് സാങ്കേതികമായിട്ട് അയാൾ ജമാഅത്ത് നിസ്കരിച്ചു എന്ന് അയാളെക്കുറിച്ച് പറയാൻ പറ്റില്ല. 1 റക്അത്ത് 2 റക്അത്തൊക്കെ കിട്ടിയാൽ ജമാഅത്തിൻ്റെ കൂലി കിട്ടും. അയാൾ നിസ്കരിച്ച ഒറ്റയ്ക്കുള്ള നിസ്കാരമായിട്ടാണ് കൂട്ടുക. ഇപ്പോൾ ഒരാൾ ഞാൻ ജമാഅത്ത് നിസ്കരിക്കാൻ വേണ്ടി നേർച്ചയാക്കി എന്ന് പറഞ്ഞ ഒരാൾ 1 റക്അത്ത് നിസ്കരിച്ചാൽ നേർച്ച വിടുമോ? ഇല്ല എന്നർത്ഥം. പക്ഷേ ഫദിൽ കിട്ടും, ജമാഅത്തിൻ്റെ ഫദിൽ കിട്ടും, ജമാഅത്ത് കിട്ടൂല. വഖ്തലിഫ ഫീ മുദ്രിക്ക് സലാസി, 3 കിട്ടി, അല്ലെങ്കിൽ 4 റക്അത്തുള്ളതിൽ 3 റക്അത്ത് കിട്ടി, അല്ലെങ്കിൽ 3 റക്അത്തുള്ളതിൽ 2 റക്അത്ത് കിട്ടി. അവിടെയോ, അവിടെ പല അഭിപ്രായങ്ങൾ ഉണ്ട്, കിട്ടുന്നും കിട്ടൂല എന്ന് പറഞ്ഞവരുണ്ട്.
4 റക്അത്താകുമ്പോൾ ചുരുങ്ങിയ 3 റക്അത്തെങ്കിലും വേണ്ടേ? അപ്പോഴല്ലേ ജമാഅത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റുള്ളൂ. മഗ്‌രിബ് നിസ്കാരമൊക്കെ ആണെങ്കിൽ 2 റക്അത്തെങ്കിലും കിട്ടണം. അപ്പോഴല്ലേ ജമാഅത്ത് ഒരു 3/4 ഭാഗം കിട്ടുക എന്നർത്ഥം, പകുതിയിലേറെ കിട്ടുക. അല്ലെങ്കിൽ കൂലിട്ടുള്ളൂ. ജമാഅത്ത് നിസ്കരിച്ചു എന്ന് പറയാൻ പറ്റില്ല, ജമാഅത്തിൻ്റെ കൂലിട്ടും. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഏത്തത്തപ്പോൾ ഖബലൽ ഫർദി, ഫർദിന് മുമ്പ് അയാൾക്ക് എത്ര സുന്നത്തും നിസ്കരിക്കാം. ഈ നമിന സുന്നത്തായിട്ട് വേണമെങ്കിൽ ഫർദ് നിസ്കരിക്കാം, മുവക്കതായ സുന്നസ്കാരമൊക്കെ നിസ്കരിക്കാം. ഈ നമിന ഫൗത്തിലെ വക്തി സമയം നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ, ഖളാവൂല എന്ന് ഉറപ്പുണ്ടെങ്കിൽ ഫർദിന് മുമ്പ് അയാൾക്ക് എത്ര സുന്നത്തും നിസ്കരിക്കാം, അതിന് കുഴപ്പമില്ല. അയാൾ ഫർദ് നിസ്കരിക്കൽ നിർബന്ധമൊന്നുമില്ല, അയാൾക്ക് സുന്നത്ത് നിസ്കരിക്കാം. ജമാഅത്ത് നഷ്ടപ്പെടും, സമയം നഷ്ടപ്പെടുമെന്ന ഭയം ഇല്ലെങ്കിൽ ഫർദിന് മുമ്പ് അയാൾക്ക് എത്ര സുന്നത്ത് നിസ്കാരവും നിർവഹിക്കാവുന്നതാണ്. ഈ ശൈത്താനെ കാട്ടാൻ നല്ലതാണ്. വയില്ല സമയം നഷ്ടപ്പെടും ഖളാകുമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജമാഅത്ത് നഷ്ടപ്പെടുമെന്നുണ്ടെങ്കിൽ അപ്പോൾ പിന്നെ സുന്നത്ത് നിസ്കരിക്കരുത്. ഒമൻ അദ്റക ഇമാമഹു റാക്കിയാൻ ഫകബ്ബറ വഖഫ ഹത്താ റഫഅൽ ഇമാം റസൂലും ഇദ്രിക റക്അ. ഇമാം റുക്കൂലാകുമ്പോൾ ഒരാൾ വന്നത്, അയാൾ തക്ബീർ ചൊല്ലി നിന്നു, അങ്ങനെ അപ്പോഴേക്കും എന്ത് ചെയ്തു, ഇമാം തല ഉയർത്തിയാൽ അയാൾക്ക് റക്അത്ത് കിട്ടൂല. ഇമാമിൻ്റെ കൂടെ റുക്കൂ കിട്ടിയാലേ എന്താവുള്ളൂ, റക്അത്ത് കിട്ടുകയുള്ളൂ. അപ്പം ഞാൻ റുക്കൂ ചെയ്താലോ, വൈൻ റക്അ ഖബല ഇമാമി, ഇമാമിൻ്റെ മുമ്പ് റുക്കൂ ചെയ്താൽ ബാദ ഖിറാഅത്തിൽ ഇമാമി മാ തജൂസു ബിഹി സ്വലാത്തു, നിസ്കാരം ജായിസാകാൻ ആവശ്യമായ നിസ്കാരത്തിൽ നിർബന്ധമായിട്ടുള്ള ഒരളവ് ഓതിയതിനു ശേഷം, ഒരായത്തല്ലേ നിസ്കാരം ജായിസാകാനുള്ള കളവ്, ഒരായത്തല്ലേ, ഒരായത്തെങ്കിലും ഇമാം ഓതിയതിന് ശേഷം ഇമാം റുക്കൂ ചെയ്തു, അങ്ങനെ ഇമാമിൻ്റെ റുക്കൂല് കിട്ടുകയും ചെയ്താൽ അതാണ് മാ തജൂസു ബിഹി സ്വലാത്ത്, നിസ്കാരം അനുവദനീയമാകുന്ന ഒരു ഖിറാഅത്തിൻ്റെ അളവ് ഇമാം ഓതിയതിന് ശേഷം ഇമാം റുക്കൂലേക്ക് പോയി ഇമാമിൻ്റെ റുക്കൂല് കിട്ടിയാൽ, ഫാദറക്കഹു ഇമാമുഹു ഫീഹി, ഇമാമിനെ കിട്ടിയാൽ സഹ റുക്കൂ സഹിയാകും. ഇല്ല ഇമാമിനെ കിട്ടിയില്ലെങ്കിൽ ലാ റുക്കൂ സഹിയാകൂല. അപ്പോൾ രണ്ടാമത് എന്ത് ചെയ്യണം, റുക്കൂ ചെയ്യണം എന്നർത്ഥം. അപ്പോൾ കുരിയ ഖുറൂജും നസി നസീന ഫീഹി ഹത്താ യുസല്ലിയ, ബാങ്ക് കൊടുത്ത പള്ളിയിൽ നിന്ന് നിസ്കരിക്കുന്നതിന് മുമ്പ് പുറത്തു പോലെ കറാഹത്താണ് നിസ്കരിക്കണത്. ഇനി വൈൻ ഖറജ ബഅദ സ്വലാത്തി മുൻഫരിദൻ, ഒറ്റയ്ക്ക് നിസ്കരിച്ചതിന് ശേഷം പുറത്തു പോകുകയാണെങ്കിലോ, നിസ്കരിക്കാതെ പുറത്തു പോകുന്ന വിഷയമാണ് പറഞ്ഞത്. നിസ്കരിച്ചതിന് ശേഷം പുറത്തുകയാണെങ്കിൽ ആയിക്കറഹു കറാഹത്തൊന്നുമില്ല. ഇല്ലാ ഇദാ ഉഖീമത്തിൽ ജമാഅത്ത് ഖബല ഖുറൂജിഹി ഫി ളുഹുരി വൽ ഇശാ, ളുഹുർ ഇശാ നിസ്കാരങ്ങളിൽ പുറപ്പെടുന്നതിന് മുമ്പ് തന്നെ ജമാഅത്ത് ആരംഭിച്ചു. ഒറ്റയ്ക്ക് നിസ്കരിച്ചിരുന്നു, പക്ഷേ ജമാഅത്ത് തന്നെ ആരംഭിച്ചു. അപ്പോഴെന്ത് ചെയ്യും, വൈൻ ഖറജ ബഅദ സ്വലാത്തിഹി മുൻഫരിദൻ, അങ്ങനല്ല, ഒരാളെന്ത് ചെയ്തു, വൈൻ ഖറജ ഒറ്റയ്ക്ക് നിസ്കരിച്ചതിന് ശേഷം ഒരാൾ പുറത്തു പോവുകയാണെങ്കിൽ ലായിക്കറഹു കറാഹത്തൊന്നും ഇല്ല എന്ന് പറഞ്ഞു. ഇല്ലാ ഇതാ വഖീമത്തിൽ ജമാഅത്തു, പുറത്തു പോകൽ കറാഹത്താകും. ജമാഅത്ത് നിസ്കാരം ആരംഭിച്ചു, ഖബല ഖുറൂജി പുറപ്പെടുന്നതിന് മുമ്പ് ആരംഭിച്ചാൽ ഒഴികെ, അപ്പോൾ പിന്നെ ആ ജമാഅത്തിൽ കൂടെയാണ് വേണ്ടത്. അത് ളുഹുറിലും ഇശാവിലും. മനസ്സിലാണ്ടല്ലേ? ഫിയഖ്തദി ഫീഹിമ, അപ്പോൾ എന്ത് ചെയ്യണം, അപ്പോൾ 2 നിസ്കാരം ആയിക്കോട്ടെ, ആദ്യം ഒറ്റയ്ക്ക് നിസ്കരിച്ചു, ഫിയഖ്തദി ഫീഹിമ, അപ്പോൾ ളുഹുറിലും ഇശാവിലും അസറിലും ഇശാവിലും അവൻ കൂടി മുത്തനഫിലൻ സുന്നത്തായിട്ട്. അപ്പോൾ ഒറ്റയ്ക്ക് നിസ്കരിച്ച ഒരാളെ മുന്നിൽ ജമാഅത്ത് നിസ്കാരം വന്നാൽ സമയം ഉണ്ടെങ്കിൽ ആ ജമാഅത്തിൽ കൂടാതെ പുറത്തു പോകൽ കറാഹത്താണ്. അപ്പോൾ ആ ജമാഅത്ത് നിസ്കാരം എന്താകും, സുന്നത്തുകാരാകും അവനെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ പള്ളിയിൽ പോകുമ്പോൾ നിസ്കരിക്കാത്ത ആൾക്കാർ ഗീബത്ത് പറയും. ഈ തെറ്റിദ്ധാരണ ഒഴിവാക്കാൻ വേണ്ടിയാണ് ആ നിയമം വന്നത്. വലാ യുസല്ലി ബഅദ സ്വലാത്തി മിസ്ലഹ, ഒരു നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ തുല്യമായ നിസ്കാരം നിസ്കരിക്കാൻ പാടില്ല. ഒരു നിസ്കാരത്തിന് ശേഷം നിസ്കരിക്കാൻ പാടില്ല. ഒറ്റയ്ക്ക് നിസ്കരിച്ചാൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുക വീണ്ടും, അല്ലെങ്കിൽ ഫർദ് ജമാഅത്ത് നിസ്കരിച്ചാൽ വീണ്ടും ജമാഅത്ത് നിസ്കരിക്കുക, അതല്ലേ മിസ്ല്. ഇങ്ങനെയൊക്കെയാണ്. വേറെ ഒരു അർത്ഥമുണ്ട്, ഒരു നിസ്കാരം കഴിഞ്ഞതിന് ശേഷം തുല്യമായിട്ട് വീണ്ടും നിസ്കരിക്കരുത് എന്ന് പറഞ്ഞാൽ ആദ്യം നിസ്കരിച്ചു, അത് ശരിയായില്ലേ നേരത്തെ വീണ്ടും നിസ്കരിക്കുക. അങ്ങനെയൊക്കെ പല അർത്ഥങ്ങളും അതിലുണ്ട്. ഇപ്പോൾ ഒരു നിസ്കാരം നിസ്കരിച്ചു, അത് ആദ്യം ശരിയായിട്ടുണ്ടാവില്ലായിരിക്കും, നേരത്തിൽ വീണ്ടും നിസ്കരിക്കുക, അതൊരു ഉറപ്പില്ലാത്ത പരിപാടിയാണ്. ഈ ഫർദ് നിസ്കരിച്ചിട്ട് എന്ത് ചെയ്യുക, ഒരു ഖലലും ഇല്ലാതെ എന്തെങ്കിലും പോരായിട്ടുണ്ടോ എന്ന് എഴുതിയിട്ട് വീണ്ടും മടക്കി നിസ്കരിക്കുക, ഇങ്ങനെയുള്ളതൊക്കെ പാടില്ല. നമ്മുടെ മതബിൽ ഒറ്റയ്ക്ക് നിസ്കരിച്ച ഒരാൾ ജമാഅത്ത് നിസ്കാരം കിട്ടിയാൽ മടക്കൽ സുന്നത്തുണ്ട്.
ശരി, ഇവിടെ പറഞ്ഞ മാതിരി തന്നെ. സല്ലല്ലാഹു വസല്ലം അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.